നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയായിരുന്നു എന്താണ് മിസ് വീക്കിലി കറണ്ട് അഫെയർ ചെയ്യാത്തത് എന്ന്. സോ എഗെയിൻ നമ്മൾ വീക്കിലി കറണ്ട് അഫെയർ സെഷൻ നമ്മുടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എനിക്ക് ടെലിഗ്രാമിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, സോറി ഫോർ ദ ഡിലേ. അപ്പോൾ നമ്മൾ വീണ്ടും എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വീക്കിലി കറണ്ട് അഫെയർസിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ ഇന്ന് മുതൽ എഗെയിൻ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. സോ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് എൻ്റെ ഗ്രൂപ്പിന്റെ പേര്. സോ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ന്യൂസ് അപ്ഡേറ്റുകൾ വളരെ ക്രിസ്പ് ആൻഡ് ഷോർട്ടായി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പിൽ. സോ ജോയിൻ ചെയ്യുക കേട്ടോ. സോ 2026 SSC കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എല്ലാ എക്സാംസിനും വേണ്ടി നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആണ് SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ SSC സ്വപ്നങ്ങൾക്ക് ഒരു വഴികാട്ടിയായി അല്ലെങ്കിൽ ഒരു ഹെൽപ്പായി നമ്മുടെ SSC റെഗുലർ ബാച്ച് എന്നും ഉണ്ടാവുന്നതാണ്. സോ 5,999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് 2026 വരാൻ പോകുന്ന എല്ലാ SSC എക്സാംസിനും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല ഇപ്പൊ SSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകളാണെങ്കിൽ വളരെയധികം വ്യത്യാസം വന്നു തുടങ്ങി അല്ലെ. ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ മാറിക്കഴിഞ്ഞു. സോ നമ്മൾ പണ്ട് ഫോളോ ചെയ്തിരുന്ന അതേ രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ റാങ്ക് വളരെയധികം പിന്നോട്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട് അല്ലെ. സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചാണ് ഇവിടെ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ജോയിൻ ചെയ്യുക നമ്മുടെ SSC റെഗുലർ ബാച്ചിലേക്ക്. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഹരീന്ദ്ര ബവേജാസ് മെമ്മോയർ ദേ വിൽ ഷൂട്ട് യു മാഡം റിലീസ്ഡ്. അപ്പൊ ഹരീന്ദ്ര ബവേജയുടെ മെമ്മോയർ ആണ് ദേ വിൽ ഷൂട്ട് യു മാഡം എന്ന് പറയുന്നത്. സോ പ്രൊഫഷൻ സീനിയർ ഇന്ത്യൻ ജേർണലിസ്റ്റ് ആൻഡ് വാർ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വാർ കറസ്പോണ്ടന്റ് ആണ് പ്രൊഫഷൻ വരുന്നത്. മെമ്മോയർ ആണ് ഹരീന്ദ്ര ബവേജയുടെ മെമ്മോയർ ആണ് ദേ വിൽ ഷൂട്ട് യു മാഡം എന്ന് പറയുന്നത്. ദേ വിൽ ഷൂട്ട് യു മാഡം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആൻഡ് കാശ്മീർ ഇൻസർജൻസി ആണ് ഇതിൽ പ്രധാനമായിട്ടും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. മഹാത്മാഗാന്ധി ആൻഡ് എൻവിറോൺമെന്റ് ബൈ TN ഘോഷോയുടെ മഹാത്മാഗാന്ധി ആൻഡ് എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ബുക്ക് റിലീസ് ആയിട്ടുണ്ട്. അതായത് മഹാത്മാഗാന്ധിയുടെ എൻവിറോൺമെന്റൽ തോട്ടുകളാണ് ഈ ബുക്കിൽ പ്രധാനമായിട്ടും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. മഹാത്മാഗാന്ധി ആൻഡ് എൻവിറോൺമെന്റ് അനലൈസിംഗ് ഗാന്ധിയൻ എൻവിറോൺമെന്റൽ തോട്ട് എന്നാണ് ഈ ഒരു ബുക്കിന്റെ പേര്. സനെ തക്കയാച്ചി ആണ് ജപ്പാന്റെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ. ജപ്പാൻസ് ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആളാണ് സനെ തക്കയാച്ചി എന്ന് പറയുന്നത്. സോ ഇവരുടെ ജപ്പാന്റെ കറന്റ് റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സനെ തക്കയാച്ചി എന്ന് പറയുന്നത്. അവരാണ് ജപ്പാന്റെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും നേപ്പാളിൽ നിലനിന്നു വരുന്ന കുമാരി എന്ന് പറയുന്ന ഒരു കൾച്ചർ. അതായത് ലിവിംഗ് ഗോഡസ് അല്ലെങ്കിൽ അടുത്ത കുമാരിയായി നേപ്പാളിൽ പുതിയ കുഞ്ഞിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നേപ്പാളിൽ നിലനിന്നു വരുന്ന നേപ്പാൾ എൻത്രോൺസ് ആര്യ താര ഷായ്ക്ക ആസ് ന്യൂ കുമാരി. അതായത് ന്യൂ കുമാരി അല്ലെങ്കിൽ ലിവിംഗ് ഗോഡസ് എന്ന് പറയുന്ന ഒരു 500 year old ട്രഡീഷൻ നേപ്പാളിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് കുമാരി ട്രഡീഷൻ. ഇതിൽ പ്രധാനമായിട്ടും വെർജിൻ ഗോഡസ് അല്ലെങ്കിൽ കുമാരിമാരെയാണ് ലിവിംഗ് ഗോഡസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് പലതരത്തിലുള്ള വഴികളുണ്ട് കുമാരിമാരെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. അപ്പൊ ഇതില് ഇപ്പോ ഉള്ള കുമാരിക്ക് പീരീഡ്സ് ആവുകയും അതായത് അവർ മെച്യൂരിറ്റി ആവുകയും അതിനുശേഷമാണ് അടുത്ത കുമാരിനെ സെലക്ട് ചെയ്യുക. അപ്പൊ വളരെ ചെറിയ കുട്ടികളെയാണ് ഇതിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഷാക്യ ക്ലാനിലെ നേവാർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഇവര് പ്രധാനമായിട്ടും കാഠ്മണ്ഡു വാലിയിലുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് ഇവര് പാരന്റ്സ് അപ്ലൈ ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. സോ ഈ പെൺകുട്ടികളെ ഒരു അടഞ്ഞ മുറിയിൽ വെക്കുകയും അതിനുശേഷം പെൺകുട്ടികൾ കരയുകയാണെങ്കിൽ ആ കുട്ടി സെലക്ട് ആവില്ല.
ഇനി ആ കൊച്ച് പേടിക്കാതെ കരയാതെ ആ റൂമിൽ ഇരിക്കുക, അതേപോലെയുള്ള കുറേ മത്സരങ്ങൾ, കുറേ അധികം റൗണ്ടുകളിലൂടെ ഈ കുമാരിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രൊസീജിയർ കടന്നു പോകാറുണ്ട്. സോ അങ്ങനെ സെലക്ട് ചെയ്യുന്ന കുമാരിനെ അണ്ടിൽ പ്യൂബർട്ടി വരെയാണ് എന്താക്കുന്നത്, പ്യൂബർട്ടി വരെയാണ് ഒരു കുമാരിയുടെ പൊസിഷനിങ് ഉണ്ടായിരിക്കുക. അതായത് ഇപ്പോൾ ഉണ്ടായിരുന്ന കുമാരിക്ക് പീരീഡ്സ് ആവുക അല്ലെങ്കിൽ പ്യൂബർട്ടി എത്തുകയും ആ കുമാരി സ്ഥാനം ഒഴിയുകയും അടുത്ത കുമാരിയായാണ് ആര്യാധാര ഷായിക്കേനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാല് നിലത്ത് തൊടാനായിട്ട് പാടില്ല, കുമാരിമാരുടെ കാല് നിലത്ത് തൊടാനായിട്ട് പാടില്ല. പിന്നെ കുമാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പാരൻസിന്റെ കൂടെ ജീവിക്കാൻ പാടില്ല. ഈ ഒരു ടെമ്പിളിന്റെ റീജിയനിൽ ചുറ്റും വേറെ പരിചാരകരായിരിക്കും ഉണ്ടായിരിക്കുക. എപ്പോഴും എടുത്തുകൊണ്ടാണ് നടക്കുക കുമാരീനെ, കാരണം കാല് നിലത്ത് തൊടാനായിട്ട് പാടില്ല. കുമാരീനെ എപ്പോഴും ഈ കുട്ടിക്ക് പുറത്തു പോയി കളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധ്യമല്ല. എപ്പോഴും ഇനി ആ ടെമ്പിളിന് പുറത്തു പോകുന്നത് വളരെ ചുരുക്കം ചില ഫെസ്റ്റിവൽസ് ഉണ്ട്, അതിന് മാത്രമാണ് കുമാരിക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കുന്നത്. സോ ബിറ്റ്വീൻ 2 and 4 year old ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇതിന് സെലക്ട് ചെയ്യുക. ഫിയർലെസ്നെസ് ഉണ്ടായിരിക്കണം, അതായത് ഡാർക്ക് റൂമിൽ ഞാൻ പറഞ്ഞില്ലേ അതേപോലെ ഇരുത്തിയിട്ടാണ് ഇതിൽ പ്രധാനമായിട്ടും സെലക്ട് ചെയ്യുന്നത്. ലൈക്ക് ടെമ്പിൾ പാലസ് കുമാരിഗർ ഇൻ കാഠ്മണ്ഡുവിലാണ് ഇവർ ജീവിക്കുക. റിലീജിയസ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഇന്ദ്രജാത്ര പോലെയുള്ള ഫെസ്റ്റിവലിന് മാത്രമാണ് കുമാരിക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കുക. കുമാരിമാരുടെ ഫാമിലിക്ക് നേപ്പാൾ ഗവൺമെന്റ് മന്ത്ലി പെൻഷൻ ആയിട്ട് $110 കൊടുക്കുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ കുമാരിമാരുടെ 10 year എൻഡ് ചെയ്താൽ, ഇപ്പൊ കുമാരിക്ക് പ്യൂബർട്ടി ആയി 10 year എൻഡ് ചെയ്താലും ഫാമിലിക്ക് $110 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ള കുമാരിയാണ് ആര്യാധാര ഷായിക്ക എന്ന് പറയുന്നത്. നേവാർ ക്ലാനിലുള്ള, അതായത് ഷായിക്ക ക്ലാനിലുള്ള നേവാർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്, പെൺകുട്ടികളെ. നെക്സ്റ്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സെറ്റ് ടു കണ്ടക്ട് 10th പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സെറ്റ് ടു കണ്ടക്ട് 10th പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ടു കണ്ടക്ട് 10th നാഷണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് ഓഫ് കോസ്റ്റ് ഓഫ് ചെന്നൈ. അപ്പൊ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 10th എഡിഷൻ ഓഫ് നാഷണൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 27th നാഷണൽ ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ കോണ്ടിൻജൻസി ആൻഡ് പ്രിപ്പയർനെസ് മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നാഷണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ മെറൈൻ ഓയിൽ സ്പിൽ ഇൻസിഡൻസ് ഇല്ലേ, കപ്പലിൽ നിന്നും ഓയിൽ ചോർച്ച മൂലം നമ്മുടെ കടൽ ഭയങ്കരമായി മലിനീകരിക്കപ്പെടുന്നുണ്ട് അല്ലെ. സോ ഈ മലിനീകരണം എങ്ങനെയാണ് കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. സോ 10th നാഷണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് ആരാണ് ലോഞ്ച് ചെയ്തത്? ദാറ്റ് ഇസ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എക്സസൈസ് ആണ് ഈ ഒരു പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, PM Modi launches PM Setu യോജന. PM Modi launches PM Setu യോജന. അപ്പോൾ Prime Minister Narendra Modi launched PM Setu യോജന which will connect India's youth with world skill demands. അപ്പോൾ ഏകദേശം 62,000 കോടിയുടെ പാക്കേജ് ആണ് ഈ PM Setu യോജന എന്ന് പറയുന്നത്. അതായത് ലൈക്ക് നമ്മുടെ യൂത്തിന് എന്ത് പ്രൊവൈഡ് ചെയ്യുക? സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കൗശൽ ദീക്ഷാന്ത് സമാരോഹ് എന്നാണ്. കൗശൽ ദീക്ഷാന്ത് സമാരോഹ് ന്യൂഡൽഹിയിലാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. ബീഹാർ ആൻഡ് യൂത്ത് എംപ്ലോയ്മെന്റ് സ്പെഷ്യൽ ഫോക്കസ് ബീഹാറിലാണ് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ബീഹാറിലുള്ള യൂത്തിന് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്ഗ്രേഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും അവിടെ സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. യൂത്തിനെ എംപ്ലോയബിൾ ആക്കുന്നതിന്, ഗ്ലോബലി എംപ്ലോയബിൾ ആക്കുന്നതിന് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ബജറ്റിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതിനായിട്ട് ബീഹാറിൽ നാഷണൽ സെന്റർ ഓഫ് എക്സലൻസ് വരുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതെന്തിനാണ്?
ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതിനായിട്ട് വർക്ക് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടു അപ്ഗ്രേഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മേക്ക് എന്താണ് നമ്മുടെ യൂത്തിന് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. സോ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 1000 ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മോഡേണൈസ് ചെയ്യുന്നത്. അതായത് പുതിയ ഡിമാൻഡ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ആൻഡ് സ്കിൽ ട്രെയിനിങ്ങുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് യൂത്തിന് ഇന്റർനാഷണൽ ജോബ് മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ യൂത്തിനെ ഗ്ലോബൽ മാർക്കറ്റുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, പുതിയ എക്യുപ്മെന്റ്സ്, മെഷീനറി, ലാബ് പ്രാക്ടീസ് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൂടാതെ തന്നെ 1200 പുതിയ ലാബുകൾ നവോദയ വിദ്യാലയത്തിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കുക. 1000 monthly allowance for 5 lakh graduates for 2 years to support job searching and ട്രെയിനിങ്. അപ്പൊ 5 ലക്ഷം ഗ്രാജുവേറ്റ്സിന് മന്ത്ലി 1000 രൂപയുടെ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ജോബ് സെർച്ച് ആൻഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. മുഖ്യമന്ത്രി നിശ്ചയ് സ്വയം സഹായത ഭട്ടാ യോജനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു എമൗണ്ട് ഓഫ് മണി 1000 രൂപ ഗ്രാജുവേറ്റ്സിന് കൊടുക്കുന്നത്. റെഡിയാണല്ലോ? നെക്സ്റ്റ്, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ലോഞ്ചസ് ദി നാഷൻ വൈഡ് ആപ്കി പുഞ്ചി ആപ്കാ അധികാർ എന്ന് പറയുന്ന ക്യാമ്പയിൻ. അപ്പൊ ഒക്ടോബർ മുതൽ ഡിസംബർ 2025 വരെ 3 മാസത്തെ ഡ്യൂറേഷനിലാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ടു എൻഷുർ പീപ്പിൾ ക്യാൻ ഈസിലി ലൊക്കേറ്റ് ആൻഡ് റിക്കവർ ദെയർ അൺക്ലെയിംഡ് ഫണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ അക്കൗണ്ട് 10 വർഷത്തിൽ കൂടുതൽ 10 ഇയറിൽ കൂടുതൽ നമ്മുടെ അക്കൗണ്ടിൽ യാതൊരു ട്രാൻസാക്ഷനും നടക്കുന്നില്ല എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള അക്കൗണ്ടുകളെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകളാണെന്നാണ് പറയുക. ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ എന്താ ചെയ്യുക? RBIയുടെ ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള ഒരുപാട് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ നമ്മുടെ ബാങ്കിങ് സെക്ടറിലുണ്ട്. സോ ആ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റുകൾ ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആപ്കി പുഞ്ചി ആപ്കാ അധികാർ എന്ന് പറയുന്ന ക്യാമ്പയിൻ ഗുജറാത്തിൽ റൺ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ബാങ്കുകളിൽ നിന്നും നമ്മുടെ ഡെപ്പോസിറ്റ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടിൽ നിന്നും നമ്മുടെ ഡെപ്പോസിറ്റുകൾ, ഇൻഷുറൻസ് പേ ഔട്ടുകൾ, ഇപ്പൊ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലെ ഡിവിഡൻഡ് നമ്മൾ എടുക്കുന്നേ ഇല്ല. അപ്പൊ 7 വർഷത്തിൽ കൂടുതൽ ആ ഡിവിഡൻഡ് അവിടെ തന്നെ കിടക്കുകയാണെങ്കിലും അത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്കാണ് പോവുക, IEPF. ഇത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക്, ഡെപ്പോസിറ്റർ എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ആവുക. ഓക്കെ, നെക്സ്റ്റ്, NHAI to install QR code signboard on highways. NHAI QR code enabled signboard. അപ്പോൾ എപ്പോഴും ഈ ഹൈവേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഹൈവേയിലുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നതിനായിട്ടാണ് QR കോഡ് ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ടോൾ പ്ലാസാസ്, റെസ്റ്റ് ഏരിയാസ്, ട്രക്ക് ബൈലീസ്, എൻ പോയിന്റ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ഒരു ലൈക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള QR കോഡ് സൈൻ ബോർഡുകൾ ഹൈവേസിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സോ സ്കാൻ QR കോഡ് ഫോർ പ്രൊജക്ട് ഡീറ്റെയിൽസ്, ഹൈവേ നമ്പർ, ലെങ്ത്, ടൈം ലൈൻസ്, പിന്നെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിയർ ബൈ ഹോസ്പിറ്റൽസ്, ടോയ്ലറ്റ്സ്, പെട്രോൾ പമ്പ്സ്, പോലീസ്, റിപ്പയറിംഗ് ഷോപ്സ് അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടുന്നതാണ്. സോ NHAI ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, കാസിരംഗ എലിഫന്റ് കാഫ് മായാബിനി എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. ലൈക്ക് മ്യൂസീഷ്യൻ ആയിട്ടുള്ള സൂബൻ ഗാർഗിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കാണ് ഈ മായാബിനി എന്ന് പറയുന്നത്. സോ കാസിരംഗ എലിഫന്റിന്റെ ബേബി എലിഫന്റ്, കാസിരംഗ എലിഫന്റ് കാഫ്, കാസിരംഗയിലുള്ള ബേബി എലിഫന്റിനെ മായാബിനി എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സുബീൻ ഗാർഗ് എന്ന് പറയുന്ന മ്യൂസീഷ്യന്റെ ട്രിബ്യൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെയിം ചെയ്തിരിക്കുന്നത്. ന്യൂ ബോൺ എലിഫന്റ് കാഫിന് മായാബിനി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോപ്പുലർ സോങ് ഈ മായാബിനി ആയതുകൊണ്ടാണ് ഈ ഒരു പേര് ഇട്ടിരിക്കുന്നത്. കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ് എന്ന് നമുക്ക് അറിയാം.
യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് നമ്മുടെ കാസിരംഗ നാഷണൽ പാർക്ക്. 1985 കാസിരംഗ നാഷണൽ പാർക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലായിട്ട് മാറിയത്. നെക്സ്റ്റ് മാഹേഘർ യോജന. മഹിജേഘർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോം മിനിസ്റ്റർ അമിത് ഷാ ലോഞ്ച് ഗോവാസ് മഹജേഘർ യോജന ടു ഗ്രാൻഡ് ഓണർഷിപ്പ് റൈറ്റ് ടു റെസിഡൻസ്. ഗോവൻ റെസിഡൻസിന് ഓണർഷിപ്പ് റൈറ്റ് കൊടുക്കുന്നതാണ് മഹജേഘർ സ്കീം എന്ന് പറയുന്നത്. സോ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ ലോഞ്ച് ചെയ്തതാണ് ഗോവാസ് ന്യൂ ഫ്ലാഗ്ഷിപ്പ് ഹൗസിംഗ് സ്കീം മജ്ഹീഘർ എന്ന് പറയുന്ന മൈ ഹോം എന്ന് പറയുന്ന സ്കീം. Okay, so it's a housing welfare program started by the Govan government. അതായത് the aim is to give secure and affordable houses to nearly 50% of Gova's population. അപ്പോൾ ഗോവയുടെ 50% പോപ്പുലേഷന് സെക്യൂർ ആൻഡ് അഫോർഡബിൾ ഹൗസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഗവൺമെന്റ് ലാൻഡിൽ ഗോവൻ റെസിഡൻസിന് വീട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ലൈക്ക് വില്ലേജ് ആൻഡ് കമ്മ്യൂണിറ്റി ലാൻഡുകളിൽ. ഓക്കെ, സോ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഓണർഷിപ്പ് റൈറ്റ് എപ്പോഴാണ് കിട്ടുക, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബാഗ്സ് 18 മെഡൽസ് എന്നാണ് പറയുന്നത്. സോ ഇതിൽ 6 ഗോൾഡ് 7 സിൽവർ 5 ബ്രോൺസ് അങ്ങനെ ടോട്ടൽ 18 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഇന്ത്യ മാർക്സ് ബെസ്റ്റ് എവർ പെർഫോമൻസ് ഇൻ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. എവിടെയാണ് നടന്നത്? കോപ്പ് ജപ്പാനിലാണ് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത്. സോ അവിടെ നമുക്ക് 18 മെഡലുകളാണ് ലഭിച്ചത്. 6 ഗോൾഡ് 7 സിൽവർ ആൻഡ് 5 ബ്രോൺസ് ആണ് ലഭിച്ചത്. പ്രീവിയസ് റെക്കോർഡ് എന്ന് പറയുന്നത് 17 മെഡലുകളായിരുന്നു. ഇപ്രാവശ്യം 18 മെഡലുകളുണ്ട് നമുക്ക് ടോട്ടൽ. സോ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ബീങ് ഹെൽഡ് ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ ഓഫ് ന്യൂഡൽഹി. ഇവിടെ ഈ കോപ്പ് ജപ്പാനിൽ നടന്നിട്ടുള്ളത് 2024 കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. 2024 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കോപ്പ് ജപ്പാനിൽ നടന്നത്. ഇപ്രാവശ്യത്തെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ന്യൂഡൽഹിയിലാണ് നടന്നത്. ജപ്പാനിൽ നടന്നപ്പോൾ 17 മെഡല്, ന്യൂഡൽഹിയിൽ നടന്നപ്പോൾ 18 മെഡല്, 6 ഗോൾഡ് 7 സിൽവർ 5 ബ്രോൺസ്. സോ ഇതില് ഇന്ത്യൻ മെഡൽ വിന്നേഴ്സിൽ ഗോൾഡ് ആർക്കൊക്കെയാ കിട്ടിയത്, സിൽവർ ആർക്കാ, ബ്രോൺസ് ആർക്കാന്നൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ശാസ്ത്ര രാമാനുജൻ പ്രൈസ് 2025 ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? അലക്സാണ്ടർ സ്മിത്ത് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി USA ശാസ്ത്ര രാമാനുജൻ പ്രൈസ് 2025 ലഭിച്ചിരിക്കുന്നത്. സോ ശാസ്ത്ര രാമാനുജൻ പ്രൈസ് 2025 അലക്സാണ്ടർ സ്മിത്തിനാണ്. $10,000 ആണ് ലഭിക്കുന്നത്. നമ്പർ തിയറി, പിന്നെ അനലിറ്റിക് നമ്പർ തിയറി, പ്രോബിലിറ്റി, ഇതിലൊക്കെയുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അലക്സാണ്ടർ സ്മിത്തിന് ശാസ്ത്ര രാമാനുജൻ പ്രൈസ് 2025 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലുള്ള ശാസ്ത്ര യൂണിവേഴ്സിറ്റിയാണ് ഈ അവാർഡുകൾ കൊടുക്കുന്നത്. 32 വയസ്സിന് ബിലോ ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. Next, DRDO to test India's new hypersonic missile Dhwani by the end of 2025, flying at 7,400 km/h. അപ്പോൾ ധ്വനി മിസൈൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ്, ദാറ്റ് ഇസ് HGV മിസൈൽ ആണ്. അപ്പോൾ ഏകദേശം 7,400 km/h ആണ് സ്പീഡ്. റേഞ്ച് 6,000 to 10,000 കിലോമീറ്റർ ആണ്. ലൈക്ക് എക്സ്ട്രീം ഓൾട്ടിറ്റ്യൂഡിൽ റൈസ് ചെയ്യുക, ഹൈപ്പർസോണിക് സ്പീഡിൽ ഫ്ലൈ ചെയ്യാൻ സാധിക്കുക, ടാർഗറ്റിന്റെ അടുത്തേക്ക് ഹൈപ്പർസോണിക് സ്പീഡിൽ ഗ്ലൈഡ് ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പെർക്സ് എന്ന് പറയുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് റൺ കംപ്രസ് ബയോഗ്യാസ് ആൻഡ് പൊട്ടാഷ് ഗ്രാനുവൽ പ്രോജക്ട് കോപ്പർഗാനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ യൂണിയൻ ഹോം ആൻഡ് കോർപ്പറേഷൻ മിനിസ്റ്റർ അമിത് ഷാ ആണ്. ഇതിൽ ഫീഡ് ചെയ്യുന്ന ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ജാഗിരി ആൻഡ് മൊളാസസ് ആണ്. ഈ കരിമ്പിന്റെ പാനിയിൽ നിന്ന് വരുന്ന ഒരു ലിക്വിഡ് പോലത്തെ സാധനമാണ് ഈ മൊളാസസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ലൈക്ക് 12 tons per day കംപ്രസ്ഡ് ബയോഗ്യാസും 75 ton
75 ടൺ പെർ ഡേ പൊട്ടാഷ് ഗ്രാനുൾസും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NCDC ആണ് ഇതിന്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ന്യൂ ഇനീഷ്യേറ്റീവ് നമ്മുടെ പൾസ് സെൽഫ് റിലയൻസ് മിഷൻ, നമ്മുടെ ആത്മനിർഭരത ഫോർ പൾസ്, തുർദാൽ, ഉർദാൽ, മസൂർ ദാൽ ഈ ദാലുകളുടെ പ്രൊഡക്ഷന് വേണ്ടി 11,300 കോടിയാണ് 6 ഇയേഴ്സിലേക്കായിട്ട് കൊണ്ടുവന്നത്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് പൾസ് പ്രൊഡക്ഷനിൽ ഇന്ത്യനെ സെൽഫ് റിലയന്റ് ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് റൺ ആയിട്ടുള്ള സഹകരണം കോപ്പറേറ്റീവ് റൺ ആയിട്ടുള്ള എന്താണ് നമ്മുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് ആൻഡ് പൊട്ടാഷ് ഗ്രാനുൾ പ്രൊഡക്ഷൻ കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഹിസ്റ്റോറിക് ലോഞ്ച് ഓഫ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കോൾ മൈൻ ഇൻ അരുണാചൽ പ്രദേശ് അറ്റ് നംചിക് നാംഫുക്. സോ situated in Changlang district, southeastern Arunachal Pradesh with an upper Assam coal belt region about commercial coal mining India. So first coal mine, ഇന്ത്യയുടെ ആദ്യത്തെ കോൾ മൈൻ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. ആത്മനിർഭർ ഭാരത് റീഫോംസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോൾ മൈൻ വരാനായിട്ട് പോകുന്നത്. അപ്പൊ കോളിംഗ് സെക്ടറിലുള്ള ആത്മനിർഭരതയാണ് ഇവർ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. സോ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, India ends World Para Athletic Championship with 22 medals including 6 gold. അപ്പോ എഡിഷൻ 12th എഡിഷൻ ആണ്. ഹോസ്റ്റ് കൺട്രി ഇന്ത്യ. വെനി ന്യൂ ഡൽഹി. ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 10th പൊസിഷൻ ആണ്. ടോട്ടൽ മെഡൽ 22, 6 ഗോൾഡ്, 9 സിൽവർ, 7 ബ്രോൺസ്. 2024 ഇതിനു മുന്നേ ഞാൻ ഇടയിൽ വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. വീക്കിലി ആയതുകൊണ്ട് ഇടയിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു അത്. ഇത് ഫൈനൽ അപ്ഡേറ്റ് ആണ് കേട്ടോ. സോ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് ടോട്ടൽ 22 മെഡൽസ് ആണ് ലഭിച്ചിരിക്കുന്നത്. സോ കോപ്പ് ജപ്പാനിൽ ഇതിനു മുന്നേ നമുക്ക് എത്രയായിരുന്നു? ടോട്ടൽ 17 മെഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ ഇടയിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. സോ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമുക്ക് ടോട്ടൽ 22 മെഡൽ ഉണ്ട്. കോപ്പ് ജപ്പാനിൽ നടന്നപ്പോൾ 17 മെഡലാണ്. 6 ഗോൾഡ്, 5 സിൽവർ ആൻഡ് 6 ബ്രോൺസ് ആണ് ലഭിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പൊസിഷൻ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് പൊസിഷൻ ബ്രസീലിനാണ്. സെക്കൻഡ് പൊസിഷൻ ചൈനയ്ക്കാണ്. തേർഡ് നമ്മുടെ ഇസ്ലാമിക് റെപ്പ് ഓഫ് ഇറാൻ. തേർഡ് പൊസിഷൻ ഇസ്ലാമിക് റെപ്പ് ഓഫ് ഇറാൻ. ഫസ്റ്റ് ബ്രസീൽ, സെക്കൻഡ് ചൈന. ഇന്ത്യന്റെ പൊസിഷൻ വരുന്നത് 10th ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ടോട്ടൽ 22 മെഡൽസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ഗോൾഡ് എത്ര പേർക്കാണ്? ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ലഭിച്ചിട്ടുള്ള ആൾക്കാരുടെ കംപ്ലീറ്റ് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കുക കേട്ടോ. നമുക്ക് ടോട്ടൽ 22 ആണ്. ഞാൻ നേരത്തെ 18 എന്ന് പറഞ്ഞത് നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു, ടോട്ടൽ അല്ല കേട്ടോ. നെക്സ്റ്റ്, 4th largest air force in the world, Indian Air Force Day, 8th October. So 4th largest air force in the world എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. സോ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ 8th October ആയിരുന്നു. നോട്ട് അനൗൺസ്ഡ് യെറ്റ്. തീം ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. സോ എക്സസൈസ് കോങ്കൺ എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയും റോയൽ UK നേവിയും, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ റോയൽ UK നേവിയും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് കോങ്കൺ എന്ന് പറയുന്നത്. സോ അത് ഒന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, കൗഡല്യ എക്കണോമിക്സ് കോൺക്ലേവ് 2025. കൗഡല്യ എക്കണോമിക്സ് കോൺക്ലേവ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ഗ്രോത്ത് ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്യുന്ന ആനുവൽ ഇവന്റ് ആണ് കൗഡല്യ എക്കണോമിക്സ് കോൺക്ലേവ് എന്ന് പറയുന്നത്. 3rd ഒക്ടോബറിനായിരുന്നു. ഫിനാൻസ് മിനിസ്റ്റർ, കോപ്പറേറ്റീവ് അഫയേഴ്സ് മിനിസ്റ്റർ, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇവരൊക്കെ ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേരാ ഹൗ ചോങ്വ ഫെസ്റ്റിവൽ, ഹിൽ വാലി കമ്മ്യൂണിറ്റിയുടെ മേരാ ഹൗ ചോങ്വ ഫെസ്റ്റിവൽ മണിപ്പൂരിലാണ്. മേരാ ഹൗ ചോങ്വ ഫെസ്റ്റിവൽ നടക്കുന്നത് മണിപ്പൂരിലാണ് എന്നുള്ള കാര്യം നോക്കി വെക്കുക കേട്ടോ. ഇതിലെ ഒരു മാർച്ചാണ് ഇമ്പോർട്ടന്റ്. മണിപ്പൂർ റോയൽ പാലസ് മുതൽ ഹിസ്റ്റോറിക് കാംഗ്ല ഫോർട്ട് വരെയാണ് ഈ ഒരു റിച്വൽ മാർച്ച് നടക്കുന്നത്. സോ ട്രഡീഷണൽ സെറിമണീസ്, മേരാ മെൻ
ടോങ്വ ആൻഡ് യങ്ഫ ടാംബ റിച്വൽസ്, പിന്നെ ഗിഫ്റ്റ് ഹിൽ ആൻഡ് വാലി കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലുള്ള ഗിഫ്റ്റ് എക്സ്ചേഞ്ച്, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറിമണീസ് എന്ന് പറയുന്നത്. ബിൽഡത്തോൺ 2025ന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ശുഭാൻഷു ശുക്ലേനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ടു എൻകറേജ് ക്രിയേറ്റീവ് സൊല്യൂഷൻ ഫോർ നാഷണൽ ഡെവലപ്മെന്റ് വികസിത് ഭാരത് 2047 ആണ് ബിൽഡത്തോണിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 അല്ലെങ്കിൽ ബിൽഡത്തോൺ 2025 എന്നാണ് അറിയപ്പെടുക. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. നീതി ആയോഗിന്റെ അണ്ടറിലുള്ള ക്രിയേറ്റീവ് അല്ലെങ്കിൽ അടൽ മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ശുഭാൻഷു ശുക്ലേന്റെ മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. സോ ഞാൻ തന്നെ പറഞ്ഞുതരാൻ വേണമെങ്കിൽ ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ് അല്ലെ. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ് ശുഭാൻഷു ശുക്ല എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് അറബ് യുനെസ്കോ ചീഫ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ആളാണ് ഖാലിദ് എൽ എന്നാനി എന്ന് പറയുന്നത്. ഖാലിദ് എൽ എന്നാനി യുനെസ്കോ എക്സിക്യൂട്ടീവ് ബോർഡാണ് 4 വർഷത്തെ ടെന്യൂറിൽ ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓദ്രെ സൊലൈനെയാണ് ഇദ്ദേഹം റീപ്ലേസ് ചെയ്യുന്നത്. ഇനി 9th എഡിഷൻ ഓഫ് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? സോ ഇതിന്റെ തീം നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിലാണ്. 9th എഡിഷൻ ഓഫ് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ്. ഇന്നോവേറ്റ് ടു ട്രാൻസ്ഫോം എന്നുള്ളതാണ് തീം. 2017 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ, സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അണ്ടർ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. മൊബൈൽ വേൾഡ് കോൺഗ്രസ് ന്യൂഡൽഹിയിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. CBI പാർട്ടിസിപ്പേറ്റ് ഇന്റർപോൾ ഓപ്പറേഷൻ HAECHI. ഒരു മിത്തിക്കൽ ക്രീച്ചർ ആണ് ഹെയ്ച്ചി എന്ന് പറയുന്നത്. ഹെയ്ച്ചി 6th എഡിഷൻ ട്രാൻസ്ലേഷണൽ സൈബർ ക്രൈമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇന്റർപോൾ ഓപ്പറേഷൻ ഹെയ്ച്ചി 6th എന്ന് പറയുന്നത്. ഒരു മിത്തിക്കൽ ക്രീച്ചർ ആണ് ഈ ഹെയ്ച്ചി എന്ന് പറയുന്നത്. കൊറിയൻ ഏരിയയിലുള്ള ഒരു ക്രീച്ചർ ആണ് ഹെയ്ച്ചി എന്ന് പറയുന്നത്. സോ CBI ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CBI ഇന്റർനാഷണൽ ക്രൈംസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷനുമായി വളരെ പെട്ടെന്ന് റിയൽ ടൈം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പോർട്ടൽ ഉണ്ട്. അതിന്റെ പേര് CBI ലോഞ്ച് ചെയ്തിട്ടുള്ള, അമിത്ഷാ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള പോർട്ടലിന്റെ പേര് എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. പഞ്ചാബ് ഗവർണർ ലോഞ്ച് സർദാർ അറ്റ് 150 യൂണിറ്റി മാർച്ച് ടു കോമമറേറ്റ് സർദാർ വല്ലഭായ് പട്ടേൽ ബർത്ത് ആനിവേഴ്സറി. മൈ ഭാരത് മേരാ യുവ ഭാരത് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150th ആനിവേഴ്സറി ആയിരുന്നു. 150th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ 10th ഒക്ടോബർ ആണ്. ആക്സസ് ടു സർവീസ്, മെന്റൽ ഹെൽത്ത് ഇൻ കറ്റാസ്ട്രോഫ്സ് ആൻഡ് എമർജൻസീസ് എന്നുള്ളതാണ് തീം. സോ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രസ് അവാർഡ് ആർക്കാണ്? ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി അസോസിയേഷന്റെ ഗ്ലോബൽ സോഷ്യൽ സെക്യൂരിറ്റി അവാർഡ് വിൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയാണ്. വേൾഡ് സോഷ്യൽ സെക്യൂരിറ്റി ഫോം നമ്മുടെ കോലാലംപൂർ മലേഷ്യയിലാണ് ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇവന്റ് എവറി 3 ഇയറിലാണ് നടക്കുന്നത്. പ്രീവിയസ് വിന്നർ എന്ന് പറയുന്നത് ഐസ്ലൻഡ് ആയിരുന്നു. സോ ഗ്ലോബൽ സോഷ്യൽ സെക്യൂരിറ്റി അവാർഡ് വിന്നർ ഇസ് ഇന്ത്യ. ഡ്രാഫ്റ്റ് നാഷണൽ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് പോളിസി ശ്രം ശക്തി നിധി 2025 മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ലേബർ എക്കോസിസ്റ്റം മോഡേണൈസ് ചെയ്യുക, അത് കൂടാതെ തന്നെ എല്ലാ വർക്കേഴ്സിന്റെയും പ്രൊട്ടക്ഷൻ, ഡിഗ്നിറ്റി, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നോക്കി വെക്കുക കേട്ടോ. ഇനി ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 8th എഡിഷൻ. സോ 8th എഡിഷൻ ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഗുരുഗ്രാം.
അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ചെയർമാൻ ആരാണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. റെഡി? നെക്സ്റ്റ്, ഉത്തർപ്രദേശ് ലോഞ്ചസ് സ്വദേശ് മേള ഇൻ ഓൾ 75 districts to promote MSME indigenous products. ഒക്ടോബർ 9 മുതൽ 19 വരെ 10 ഡേ ആണ്. ലോക്കൽ ഇൻഡിജീനിയസ് പ്രോഡക്റ്റ് ദിവാലിക്ക് മുന്നായി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എയിം. സോ ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മുടെ ആർട്ടിഷൻസ്, ക്രാഫ്റ്റ്മാന്, ലോക്കൽ പ്രൊഡക്റ്റുകൾക്ക് ഒരു ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും നമ്മുടെ അവിടെ തന്നെയുള്ള ലൈക്ക് ഉത്തർപ്രദേശിൽ തന്നെയുള്ള സ്മോൾ ബിസിനസ് റൺ ചെയ്യുന്ന ഈ ക്രാഫ്റ്റ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. സ്വദേശ് മേള MSME പ്രൊഡക്റ്റുകൾക്ക് എല്ലാ ഓൾ 75 ഡിസ്ട്രിക്റ്റുകളിലാണ് ഈ സ്വദേശ് മേള റൺ ചെയ്യുന്നത്. ഇൻഡിജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ റൺ ചെയ്യുന്നതിനാണ് ഉത്തർപ്രദേശ് സ്വദേശ് മേള സംഘടിപ്പിച്ചത്. ജ്ഞാന യാജ്ഞായ മണ്ഡപ് ഡിജിറ്റൽ ലൈബ്രറി അറ്റ് പുരി. ശ്രീ ജഗന്നാഥ് ടെമ്പിൾ അഡ്മിനിസ്ട്രേഷന്റെ ഇനീഷ്യേറ്റീവായി ജ്ഞാന യാജ്ഞായ മണ്ഡപ് എന്ന് പറയുന്ന ഡിജിറ്റൽ ലൈബ്രറി പുരി ഒഡീഷയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കാം. ഹിസ്റ്റോറിക് ജഗന്നാഥ് ടെമ്പിൾ റെക്കോർഡ്സ് ആണ് ഹിസ്റ്റോറിക് ജഗന്നാഥ് ടെമ്പിൾ റെക്കോർഡ്സിന് ഡിജിറ്റൽ ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതുവഴി നമ്മുടെ ടെമ്പിളിന്റെ ലൈക്ക് അതിന്റെ ഹെറിറ്റേജും പാരമ്പര്യവും ഒക്കെ സെക്വയർ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വീക്കിലി കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത വീക്കിൽ കാണാം. സോ എല്ലാവർക്കും താങ്ക് യു. ഈ PDF-നായിട്ട് എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. സോ താങ്ക് യു ആൻഡ് ബൈ. സീ യു.